നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ PSG ഇന്ന് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങിയാണ്. എതിരാളികൾ അറ്റ്ലാന്റയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 മത്സരം നടക്കുന്നത്. കളിക്കിറങ്ങുമ്പോൾ പോയ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG കിരീടത്തിലേക്ക് കൊണ്ടുപോയ ഗോൾ കീപ്പർ ജിയാൻലുഗി ഡൊണ്ണാരുമ ഇല്ല. അദ്ദേഹത്തെ PSG ഒഴിവാക്കി ഇപ്പോൾ താരമുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയിലാണ്. സിറ്റിക്കൊപ്പം നാളെ അദ്ദേഹം തൻ്റെ UCL അരങ്ങേറ്റം നടത്തും. നാപ്പോളിക്കെതിരെയാണ് നാളെ മത്സരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം സാങ്കേതികമായിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ 12:30 മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് നാപ്പോളി കളി. അപ്പോൾ എന്തുകൊണ്ടാണ് ജിയാൻലുഗി ഡൊണ്ണാരുമയെ PSG ഒഴിവാക്കിയത്? ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് PSGയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കമ്പോസ്. RMC സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഡൊണ്ണാരുമയായിരുന്നു ഞങ്ങൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടി ആദ്യം സമീപിച്ചയാൾ. അതായത് ഞങ്ങളുടെ ടീമിൽ നിലനിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് ആദ്യമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി പോയത് ഡൊണ്ണാരുമയുടെ അടുത്തേക്കാണ്. പക്ഷേ വളരെ ക്വിക്ക്ലി ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി: അദ്ദേഹത്തിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ലബ്ബാണ് ഏതൊരു താരത്തെക്കാളും പ്രധാനപ്പെട്ടത്. ദി ക്ലബ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനി പ്ലെയർ. PSG കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഡൊണ്ണാരുമ ചോദിച്ചത് പഴയ കാലത്തെ PSG ലെവലിലുള്ള സാലറിയാണ്. പക്ഷേ ഇപ്പോഴത്തെ PSG അങ്ങനെയൊന്നുമില്ല, സാലറി ഇല്ല, ടീമാകെ മാറിപ്പോയിട്ടുണ്ട് എന്നാണ് ലൂയിസ് കമ്പോസ് പറഞ്ഞത്. ചുരുക്കത്തിൽ ഡൊണ്ണാരുമ ഒരു വലിയ സാലറി ചോദിച്ചു. മുമ്പത്തെ PSG സാലറി എന്ന് പറഞ്ഞാൽ മുമ്പ് PSG സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വമ്പൻ സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു ഒരു കാലമുണ്ട്. അപ്പോഴൊക്കെ വലിയ പണം മുടക്കിക്കൊണ്ടാണ് അവരെ കൊണ്ടുവന്നിരുന്നത്. ആ കാലത്തെ സാലറിയാണ് PSG ഇത്തവണ ഡൊണ്ണാരുമ തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി ചോദിച്ചത്. അതാണ് ലൂയിസ് കമ്പോസ് പറഞ്ഞു വെക്കുന്നത്. വലിയ സാലറി ചോദിച്ചു, അത് കൊടുക്കാൻ പറ്റിയില്ല, അത് കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒഴിവാക്കി എന്ന നിലയിലാണ് ഇപ്പോൾ എന്തായാലും PSG അഡ്വൈസറായിട്ടുള്ള ലൂയിസ് കമ്പോസ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മറ്റു പല ചർച്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഡൊണ്ണാരുമ ശരിക്കും ഞെട്ടിപ്പോയി തന്നെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പെപ് ഗാർഡിയോള എന്തായാലും ഡൊണ്ണാരുമയുടെ വലിയ ഫാനാണ്. അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് കണ്ട് ഉടനെ തന്നെ സിറ്റി ആക്ട് ചെയ്തു. ഉടനെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം സിറ്റിക്കായിട്ട് UCLലും കളിക്കാൻ പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.